നമസ്കാരം. ദൂർത്ത് തുടരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ യോഗങ്ങൾ ഇപ്പോൾ നടക്കുന്നത് സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളാണ്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നടത്തുന്ന വാർഷിക ആഘോഷങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും അധിക തുകയായി 40 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. ഈ 40 ലക്ഷം രൂപ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 4 വേദികൾക്ക് വേണ്ടിയിട്ടാണ്. അത് തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലേക്കാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി യാത്ര അവരുടെ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുൻപേ തന്നെ 100 കോടിയിലധികം രൂപ ബഡ്ജറ്റിൽ വകമാറ്റി വെച്ചിരുന്നു. ബഡ്ജറ്റിൽ ഇങ്ങനെ 100 കോടി രൂപ വകമാറ്റി വെക്കുമ്പോൾ ഇവിടെ ആശാവർക്കർമാരുടെ സമരം 70 ദിവസം പിന്നിടുന്നു. പെൻഷൻ കുടിശ്ശിക കൊടുക്കാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് ബഡ്ജറ്റിൽ 100 കോടിയിലധികം രൂപ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവരുടെ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് 4ാം വർഷം. അതായത് പിണറായി സർക്കാർ 9 വർഷമാകുന്നു കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ആഘോഷം പൊടിപൊടിക്കാൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നൽകിയ 100 കോടിയിലധികം രൂപയ്ക്ക് പുറമേ ഇപ്പോൾ തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലേക്ക് 40 ലക്ഷം രൂപ ഓരോ വേദിയിലേക്കും 10 ലക്ഷം രൂപ വെച്ച് അധികം നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. എന്തിനെന്നല്ലേ? വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ജനത്തെ കാണിക്കാനും അത് ഉറപ്പുവരുത്താനും അത്രേ. ഇപ്പോൾ ഈ 4 വർഷം കൊണ്ട് ജനങ്ങളെ നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാനും കൂടി വേണ്ടിയാണ് ഈ 40 ലക്ഷം രൂപ ഓരോ വേദികളിലേക്കും അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളായി. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിൽ 70 ദിവസം പിന്നിടുന്നു ആശമാരുടെ സമരം. ഇങ്ങനെ ജില്ലതോറും വേദികളിൽ അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകളും ഇനി അടുത്തൊരു ഭരണം കിട്ടുന്നതിനും വേണ്ടി ആൾക്കാരുടെ മുന്നിൽ ചിരിച്ച് പുഞ്ചിരി തൂക്കി സ്നേഹവായ്പ പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഈ പൊടിപൂരത്തിന് വേണ്ടി ഇത്രയും തുക അനുവദിക്കുമ്പോൾ, ഏതാണ്ട് 150 കോടി രൂപ അനുവദിക്കുമ്പോൾ, ഈ പാവം ആശാവർക്കർമാരെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഈ നടത്തുന്ന ഇത്തരം കോശങ്ങൾക്ക് സദസ്സിൽ ആള് കൂട്ടിയിരുന്നവരാണവർ. അവരെയാണ് നിങ്ങൾ ഈ കാണുന്ന ഇത്രയും മാറ്റി നിർത്തി പുച്ഛിച്ചു തള്ളി നടക്കുന്നത്. ഏതായാലും അവർക്ക് നിങ്ങൾ അനുവദിക്കേണ്ട തുക അവരുടെ ഓണറേറിയത്തിൽ അവരാവശ്യപ്പെട്ട ഒരു ദിവസത്തെ അവരുടെ വേതനത്തിൽ ഒരു ചെറിയ തുകയെങ്കിലും നൽകിയിട്ട് ഈ പരിപാടികൾ നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒരു അഹങ്കാരമാണ് എന്ന് ഈ കേരള സമൂഹം നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളടങ്ങുന്ന പാർട്ടിയോട്, ഈ സർക്കാരിനോട് പറയില്ലായിരുന്നു. ഏതായാലും സർക്കാരിൻ്റെ ഇത്തരം പരിപാടികൾ സദസ്സ് നിറച്ചുകൊണ്ടിരുന്ന പാവം ആശമാരുടെ സമരം 70 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി യാത്ര നടത്തുമ്പോൾ വയനാട് അദ്ദേഹം ഒരു വേദിയിൽ സംസാരിച്ചപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത സ്നേഹം വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. നമ്മൾ ഓർക്കണം, ഈ ദുരന്തമുണ്ടായ ആ അവസരത്തിൽ അദ്ദേഹം വന്ന ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്റർ ചെളി നിറഞ്ഞ, അതായത് വൻ ദുരന്തം നടന്ന ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ മുഖ്യമന്ത്രി ഒരു 10 അടി പോലും നടന്നിട്ടില്ല. അദ്ദേഹം ധരിച്ചിരുന്ന പാദരക്ഷയിൽ, ഷൂസിൽ, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ചെളി പുരളും എന്ന് കരുതി അന്ന് മാറി നിന്ന മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വികസന പരിപാടികളുടെ, അദ്ദേഹം 4 വർഷം കൊണ്ട് ഈ നാട്ടിൽ തേനും പാലും ഒഴുക്കിയത് വിളമ്പാനായി നടത്തിയ പ്രസംഗത്തിൽ കേന്ദ്രം കാശ് തരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേരള സമൂഹം ഓർക്കുന്നു, നിങ്ങൾ അന്ന് ഒരു 10 അടി പോലും നിങ്ങൾ വന്നിറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് മുന്നിലേക്ക് പോയി ജനങ്ങളെ കണ്ടിട്ടില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ മറന്നാലും ഈ കേരള സമൂഹം മറക്കില്ല. അപ്പോൾ നാം ഇവിടെ ഒന്നുകൂടെ പറയണം, ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങളുടെ അടുത്തേക്ക്
ഓടിയെത്തിയിരുന്ന അവർക്കിടയിലേക്ക് ചെല്ലുന്ന ഒരു നേതാവ് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. എവിടെ ജനമുണ്ടോ അവിടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ചെവി കൊടുക്കുന്ന മുഖ്യമന്ത്രി, അവർ നൽകുന്ന കടലാസ കഷ്ണം വായിച്ചു നോക്കുന്ന മുഖ്യമന്ത്രി, ആ മനുഷ്യൻ ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി, ആ മനുഷ്യനെ, ആ നേതാവിനെ ഇദ്ദേഹവുമായി നിങ്ങളൊന്ന്, ഈ മുഖ്യമന്ത്രിയുമായി ഒന്ന് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കണം. അല്ലെങ്കിൽ ഈ കേരള സമൂഹം ഇപ്പോൾ താരതമ്യപ്പെടുത്തുന്നു. ഏതായാലും ഇപ്പോഴത്തെ മുഖ്യൻ ജനക്കൂട്ടത്തിലേക്കിടയിൽ നടന്നു വരില്ല, അവർക്കിടയിലേക്ക് വരില്ല, അവർ നൽകുന്ന പരാതികൾ ചോദിച്ചു വാങ്ങില്ല, അവരെ ചെവി കോർക്കില്ല. കൂടാതെ ഇവിടുത്തെ ജനവും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇനി അങ്ങോട്ട് പോകില്ല, അദ്ദേഹത്തിനെ അവർക്ക് കാണുക പോലും വേണ്ട എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ഈ സർക്കാരും മനസ്സിലാക്കിയാൽ നന്ന്. ഇനി ഒന്നുകൂടി നാം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു, കേന്ദ്രം കാശ് തരുന്നില്ല, അതായത് കേന്ദ്രം കടം തരുന്നില്ല കേരളത്തിൻ്റെ വികസനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് വാദിക്കാൻ പോയ, സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ കേസ് വാദിക്കാൻ പോയത് ഈ കേരള ജനത മറക്കില്ല. അതും നമ്മുടെ നികുതി പണം എടുത്ത്. എന്നിട്ട് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം 2000 കോടി രൂപ ഇതാ കടമെടുക്കാൻ പോകുന്നു കേരളം കേന്ദ്രത്തിൽ നിന്ന്. ഇത്തരത്തിൽ കടമെടുക്കുന്നതിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് വെറും 500 കോടി രൂപയാണ്. ആ സ്ഥാനത്താണ് ദാ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും 2000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ പോകുന്നു. ഇങ്ങനെ ഈ കടമെടുക്കുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് വേണ്ടിയാണോ, അതോ പെൻഷൻ കിട്ടാത്തവർക്ക് പെൻഷൻ കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ ലൈഫ് മിഷന് വേണ്ടിയാണോ, അല്ലെങ്കിൽ കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് വേണ്ടിയാണോ? ഏതായാലും ഇപ്പോൾ ഈ കടമെടുക്കുന്നത് കൂടി ആകുമ്പോൾ പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ഈ സർക്കാരിൻ്റെ ഭരണത്തിലൂടെ അധിക സാമ്പത്തിക ബാധ്യത പിന്നെയും അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. എന്തായാലും അത്രയും വലിയ സാമ്പത്തിക ബാധ്യത എന്താണ് എന്ന് അറിയുമ്പോൾ നമുക്ക് ഞെട്ടാം. ഏതായാലും ഇപ്പോഴേ നാം ഞെട്ടണ്ട. ഏതായാലും ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കാം, ഇങ്ങനെ ഇത്തരത്തിൽ ധൂർത്തിൻ്റെ ഒരു പൊടിപൂരമായി ഈ ഭരണത്തിൻ്റെ കൊട്ടിഘോഷിക്കൽ നടത്തുന്നത് തികച്ചും അഹങ്കാരമാണ്, അലങ്കാരമല്ല എന്നീ സമൂഹം മുഖ്യമന്ത്രിയോട് പറയാതെ പറയുന്നു.